ഇ-മാസ്റ്റർ ഡിജിറ്റൽ എഡ്യൂക്കേഷൻ ആപ്പ് കേരള സിലബസിൽ 8ാം ക്ലാസ് മുതൽ +2 വരെ. ഡൗൺലോഡ് നൗ. ഓണക്കാലാണ്. സ്റ്റാർ മാജിക് ടീം എന്ന് പറഞ്ഞിങ്ങനെ സമ്മാനങ്ങൾ ഇങ്ങനെ തന്നുകൊണ്ടേയിരിക്കും. ഞങ്ങളെ കൊണ്ട് ഞങ്ങൾ തന്നെ എപ്പോഴും തോൽക്കും. ഓക്കെ, അപ്പോഴേ ജേട്ടന്റെ കുറച്ച് മൂവിയിലെ സോങ്സ് ഒക്കെ വെച്ചിട്ട് സ്റ്റാർ മാജിക് ടീമിന്റെ വക ഒരു ട്രിബ്യൂട്ട് ഡാൻസിലേക്കാണ് നമ്മൾ പോണേ. ഇവിടെ ഓരോരുത്തരുടെ ടാലൻസ് ഒക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ ഈ ഒരു ഫ്ലോർ ഞങ്ങൾ എടുത്തോട്ടെ. അപ്പൊ ജേട്ടനായിട്ടുള്ള ഒരു ട്രിബ്യൂട്ട് ഡാൻസ് പെർഫോം. ഇത് പ്രൂവൺ ടെക്നോളജിയാണ് കൃഷ്ണേട്ടൻ. ഇതിന്റെ ഒരു പ്രോസസ് ഉണ്ട്. ആദ്യം ഈ ആനപ്പിണ്ട് എടുത്തിട്ട് ഇങ്ങനെ ഉണക്കണം, പിന്നെ അതിങ്ങനെ പൊട്ടിക്കണം, പിന്നെ ഒരു ഫോം വെച്ച് ഇങ്ങനെ പൊതിയണം. ശ്രീലങ്കയിലൊക്കെ ഇത് ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ അല്ലേ? എന്നാലും ആനപ്പിണ്ടത്തിൽ നിന്ന് ഉണ്ടാക്കണ ചന്ദനത്തിരിക്ക് എന്ത് മണം ഉണ്ടാവുക ജോയെ? റൈറ്റ് ആണ്. ആശിച്ചവർ ആകാശത്തുനിന്നൊരാനെ കിട്ടി, ആകാശവും കൂടെ പോന്നേ. മിസ് സഞ്ജന ദിനകരൻ പോകാൻ വരട്ടെ. നിനക്കറിയാമോന്ന് എനിക്കറിയില്ല, എനിക്കറിയാമോന്ന് നിനക്കും അറിയില്ല. എനിക്കും നിനക്കും അറിയാത്ത കാര്യങ്ങൾ അവർക്കറിയുമോന്ന് ആർക്കും അറിയില്ല. Am I right, Miss സഞ്ജന? പക്ഷെ നീ ഒരു കാര്യം അറിയണം. നിന്റെ സ്നേഹം അത് മാത്രം കൊതിച്ചാണ് ഞാൻ ഈ കൊച്ചു കൊച്ചു കള്ളങ്ങൾ പറഞ്ഞത്. പക്ഷേ നീ എന്നെ മനസ്സിലാക്കിയില്ല. I'm sorry, ശങ്കു. ഏറ്റു
നല്ല താമരയല്ലി കട്ടുറുമ്പിന് കൂട്ടിരിക്കണ പെണ്ണാണോ നീ അമ്പലവള്ളി മണ്ണി പൂങ്കുലെന്നുള്ളി അമ്പലപ്പുഴ പായസത്തിലെ തേനാണ് നീ ചാന്തണിഞ്ഞാട്ടെ ചങ്കിൽ പൊട്ടു തൊട്ടാട്ടെ കസവേ കസറടി സറിക്കമ്പക്കറിമ്പേ കോമളവല്ലി നല്ല താമരയല്ലി കട്ടുറുമ്പിന് കൂട്ടിരിക്കണ പെണ്ണാണ് നീ അമ്പലവള്ളി മണ്ണി പൂങ്കുലെന്നുള്ളി അമ്പലപ്പുഴ പായസത്തിലെ തേനാണ് നീ കോമളവല്ലി നല്ല താമരയല്ലി കട്ടുറുമ്പിന് കൂട്ടിരിക്കണ പെണ്ണാണ് നീ അമ്പലവള്ളി മണിപ്പൂങ്കുലെന്നുള്ളി അമ്പലപ്പുഴ പായസത്തിലെ തേനാണ് നീ നിങ്ങൾ തമ്മിൽ ലവാണോ? പോടാ 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 നീ പോടാ മാങ്കി മാങ്ങാത്തലയാ ടീച്ചറിന്റെ സേഫ് എന്നെ പറ്റി നീ എന്താ വിചാരിച്ചത്? ഞാൻ പോലീസാ അതെ ഈ കുട്ടിയുടെ രക്ഷിതാക്കളുണ്ടെങ്കിൽ ഇതിനെ കൊണ്ടുപോയി പടച്ചോനെ തുമ്മി. എന്റെ പൊന്നു ജനി, ഈ മഴയത്ത് നിന്ന് ഡാൻസ് കളിച്ചിട്ടുണ്ടെങ്കിൽ നിനക്ക് ജലദോഷം പനിയൊക്കെ വരില്ലേ? അതും ഈ വട്ടന്റെ ഒക്കെ കൂടെ നിങ്ങൾ വിളിച്ചേ. എനിക്ക് അർജന്റായിട്ട് അത്യാവശ്യമായിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു കാര്യം പറയാം. ചേട്ടാ എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ഭാഗത്തുനിന്നുള്ള ട്രിബ്യൂട്ട് ഡാൻസ്? ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ആരുടെ ഡാൻസ്? അല്ല എന്താ പറയാ, അത് അങ്ങനെ എല്ലാവരും ഒരു എഫേർട്ട് ആദ്യമായിട്ട് പെട്ടെന്ന് വന്ന് കളിക്കല്ലോ. എന്തൊക്കെ വന്നാലും കുറച്ച് നേരം റിഹേഴ്സലും കാര്യങ്ങളൊക്കെ വേണ്ടി വന്നില്ലേ. അപ്പൊ എനിക്ക് വേണ്ടി ഇതുപോലെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്ത എല്ലാ നല്ല മനസ്സുകളോടും നന്ദി. ഒരുപാട് 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 നന്ദി കേട്ടോ. താങ്ക് യു.
ഇവിടെ വന്നിട്ടുണ്ട്. സംഗതി ഞങ്ങൾ പെൺകുട്ടികളാണെങ്കിൽ ഞങ്ങൾക്ക് ഒരു കാര്യം പറയാനുണ്ട്. ഏറ്റവും ഒരു ബെസ്റ്റ് ചോയ്സ് ആയിരിക്കും ഈ ഒരു കക്ഷിക്ക് ഒരു നായികയായിട്ട് ഒരു അവസരം ജേട്ടന്റെ സിനിമയിൽ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ജേട്ടന്റെ കൂടെ ഒരു സിനിമയിലെങ്കിലും നായികയായിട്ട് അഭിനയിക്കണം എന്നാണ് ഈ വരാൻ പോണ ആളുടെ ഒരു ആഗ്രഹം. വിളിച്ചോട്ടെ? എന്തായാലും സ്റ്റാർ മാജിക്കിന്റെ ഈ ഒരു വേദിയിൽ ഒരു നല്ലൊരു നായിക ഞങ്ങൾ കൊണ്ടുവരാൻ പോവാണ്. നല്ല ആളാണെങ്കിൽ നായികയാക്കുവേ, വാക്കല്ലേ? ഒറ്റ വാക്കുള്ള. അപ്പൊ ഇതിൽ എന്താ കണ്ടോളൂ. കണ്ടിട്ടുണ്ടല്ലോ, ഇൻസ്റ്റാഗ്രാമിലെ കൂടി ഓർഡർ ഞാൻ കണ്ടിട്ടുണ്ടല്ലോ. ഒരു അല്ലേ അല്ലേ ഒരു ഡാൻസ് ചെയ്യണ ഒരു കല്യാണത്തിന്. എന്താ പേര്? വൃദ്ധി. നല്ല പേരാണുള്ളത്. ആരെ പേരിട്ട് അറിയോ? അഭിവൃദ്ധിയുടെ വൃദ്ധി ആയിരിക്കും. എന്റെ പേരെന്താന്നറിയോ? എന്റെ പേരെന്താന്നറിയോ? ഇന്ന് ഞാൻ ഇവിടെ നിന്ന് ഞാൻ ഞാനിന്ന് പൊളിക്കും. ഞാൻ ഒരു ക്ലൂ. ഏറ്റവും നല്ല മൊമെന്റ് ആണ്. ആ കൊച്ചു ആ ചേച്ചിയില്ലേ, വാ തുറന്ന നുണേ പറയുള്ളൂ. സ്വന്തം പേര് വെച്ച് അമ്മിണി എന്ന് പറയും. അത്ര നുണച്ചിയ. എന്താ പേര്? ഞാൻ കണ്ടിട്ടുണ്ടല്ലോ വാവേന. നല്ല അടിപൊളിയായിട്ട് ഡാൻസ് ചെയ്യും. എന്റെ നായികയായിട്ടല്ല, എന്റെ മോളായിട്ട് അഭിനയിക്കോ? നീ അഭിനയിക്കോ? ഉറപ്പാണോ? ഓക്കെ, അതെല്ലാരും കേട്ടിട്ടുണ്ടല്ലോ. ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന് പറ്റിയൊരു കഥ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ നായികയായിട്ട് അഭിനയിപ്പിക്കുന്നത്. പറ്റില്ല. അതെ, കുട്ടികളുടെ സിനിമയാണെങ്കിൽ അത് നായികയായിരിക്കും. ഇത് അടിപൊളി ഡ്രസ് ആയിട്ടുണ്ട്. ചേട്ടാ, ഞങ്ങൾക്ക് നല്ലൊരു പാട്ട് പാടാൻ അറിയാം. ഈ ചോദ്യം ണ്ടല്ലേ ആ കൊച്ചെന്റെ ഒരു സിനിമ കണ്ടിരുന്നു. നിങ്ങൾ മിണ്ടാതിരിക്കും. ഏത് സിനിമയാണത്? അയ്യോ, വെള്ളമൊക്കെ ഈ കുട്ടി കണ്ടിട്ടുണ്ടോ? സത്യമാണോ? നല്ല കുട്ടി കേട്ടാ. ഞാൻ വിചാരിച്ച ആടിന്റെ ആളായിരിക്കും. എപ്പൊ എവിടെയാ താമസിക്കണേ? വീട്ടില് എന്ന് പറയരുത്. എവിടെയാ സ്ഥലം? എന്നെ ഇഷ്ടപ്പെട്ടോ? ആണോ? എന്താ എന്റെ പേര്? ഞാൻ പഠിപ്പിച്ചെടുത്തു. ഓക്കെ, വീട്ടിൽ ആരൊക്കെയല്ലേ? ഇതാരാ ഡാൻസ് പഠിപ്പിച്ചതെന്ന്? ടി വി നോക്കി ഇത്ര നന്നായിട്ട് ഡാൻസ് പഠിച്ചോ നീ? ഇനിയും ഡാൻസ് ഉണ്ട്, ഇനിയും പാട്ടുണ്ട്. ഞങ്ങളുണ്ടല്ലോ സണ്ണി വേന്റെ കൂടെ ഒരു സിനിമയിലൊക്കെ സാറാസിൽ അഭിനയിച്ചു. അങ്ങളുടെ അടുത്ത് ചോദിക്കൂ, പുഴുവിനെ ഇഷ്ടമാണോ പേടിയാണോ ചോദിക്കൂ. നമുക്ക് ആ ചേച്ചിക്ക് തിന്നാൻ കൊടുക്കാം. അവിടെ ഇരുന്നിട്ട് ആ പുഴുവിന്റെ പാട്ട് പാടി കൊടുക്കും അങ്കിൾക്ക്. അവള് പേടിക്കട്ടെ. പിന്നെ പുഴുവിന്റെ പാട്ട് പാടി പേടി. നല്ല പാട്ടാ. കളിക്കണ കുഞ്ഞിപ്പുരു, കളിക്കണ കുഞ്ഞിപ്പുരു, കളിക്കണ കുഞ്ഞിപ്പുരു, കളിക്കണ കുഞ്ഞിപ്പുരു. പിന്നെ സണ്ണിവേൻ ഡയലോഗ് പറയണം. അപ്പൊ നിർത്തറ പറയും. അത് ഞാനാ പറയാ. ചേട്ടൻ അപ്പൊ പാടണേ. ഇനി തുള്ളി കളിക്കണ കുഞ്ഞിപ്പുഴു. തുള്ളി കഴിക്കണ കുഞ്ഞിപ്പുഴു, തുള്ളി കളിക്കണ കുഞ്ഞിപ്പുഴു, തുള്ളി കളിക്കണ കുഞ്ഞിപ്പുഴു, തുള്ളി കഴിക്കണ കുഞ്ഞിപ്പുഴു. കൊറേ നേരായി അവന്റെ ഒരു കുഞ്ഞിപ്പുഴു. പറയിക്കാൻ വേണ്ടിട്ടല്ലേ ഈ സാധനം കൊണ്ടുവന്നത്. നല്ല അടിപൊളിയായിരുന്നു കേട്ടാ. എനിക്ക് ഇതിന്റെ ഡാൻസ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതായത് കുട്ടിയുടെ അച്ഛനും അമ്മയും കൊറിയോഗ്രാഫേഴ്സ് ആണ്, പ്രൊഫഷണൽ കൊറിയോഗ്രാഫേഴ്സ് ആണ്. പക്ഷെ അവര് പറഞ്ഞ കുട്ടി കേൾക്കില്ല, ഒറ്റയ്ക്ക് സ്റ്റെപ്പ് കുട്ടി തന്നെ ഇടും. അതാണ് അത് കണ്ടുമ്പോ മടുത്തിട്ടുണ്ടാവും. കൊച്ചു വെറൈറ്റി ആയിട്ട് പഠിച്ചത് നന്നായിരുന്നു കേട്ടോ. ഈ കുഞ്ഞിപ്പുഴുവിനെ ഞങ്ങളൊന്ന് കാണട്ടെ. മൊത്തത്തിൽ എന്ത് ഭംഗിയായിട്ട് വന്നിട്ട്. അടിപൊളി, ഇത് കണ്ട് പഠിക്കേ. അതെ, ഒരു 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 ഒരു
അപ്പൊ ഓണായിട്ട് നമ്മൾ ഇനി ഒരു അടിപൊളി പെർഫോമൻസിലേക്ക് നമ്മൾ പോവാട്ടോ. ഇത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടാൻ പോവാ. അത്രയും സ്വീറ്റ് ആയിട്ടുള്ള ക്യൂട്ട് ആയിട്ടുള്ള പെർഫോമൻസിലേക്കാണ് നമ്മൾ പോവാൻ പോണേ അല്ലേ? ആണോ? അപ്പൊ നമുക്ക് ഇനി ഒരു ഡാൻസിലേക്ക് പോവാം. ഓക്കെ, ഏത് പാട്ടായിട്ട് തരണ്ടേ? ഞാൻ റീൽസ് ചെയ്യാൻ പറ്റിയൊരു പാട്ടുണ്ട്. ഞാനേ ഒരു പാട്ട് അയ്യോ ഞങ്ങൾക്ക് 5 lakhs ഒക്കെ ആയിട്ട ഫോളോവേഴ്സ്. നിങ്ങൾ അറിഞ്ഞാ? ഞങ്ങളിപ്പോ കേക്ക് മുറിച്ചുള്ളൂ. 5 lakhs ഇവിടെ ഞങ്ങൾക്ക് ഇല്ല അത്രയധികം ഫോളോവേഴ്സ്. അപ്പളേ ഞാൻ റീൽ ഇടാൻ വേണ്ടിട്ട് ഒരു പാട്ട് സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റാർ മാജിക് പവർഡ് ബൈ ജയസൂര്യയിൽ ഞാനത് കളിക്കാം അല്ലേ? ഏത് പാട്ടായിരുന്നാവോ മാഡം? ഏത് പാട്ടാ? ഏത് പാട്ടാ? ഞാൻ റീൽസ് ചെയ്യാൻ പറ്റിയൊരു പാട്ട് ആണോ? ചേച്ചി കണ്ടുപിടിച്ചു. ഇട്ടരട്ടെ? സൂപ്പർ. അപ്പൊ ഓൾ ദി ബെസ്റ്റ്. ഹലോ, ഞങ്ങളുടെ റീലിന്റെ പാട്ട് ഇത്രേ ഉള്ളൂ. റീൽ എത്ര സെക്കൻഡേ പറ്റുള്ളൂ എന്നുള്ളത് നിങ്ങൾക്ക് അറിയില്ല? എന്തൊരു ടൈമിംഗ് ആയത്. രസാണ്. ഞങ്ങൾ കണ്ണു വെച്ചു. ഞാൻ നിന്നെ ഞങ്ങൾ കണ്ണു വെച്ചു. നീ പോയി വീട്ടിൽ പോയി ഒഴിഞ്ഞിട്ടോ. ഞങ്ങള് പെർഫെക്റ്റ് ഓക്കെ പാട്ട് പാടും. അതും പെർഫെക്റ്റ് ഓക്കെ ആയിട്ട്. സൂപ്പർ. സൂപ്പർ അല്ലേ? ഹായ് everybody, perfect okay, edges അടിക്കും അടിക്കാൻ എടുക്കും in the back. Edges അടിക്കും അടിക്കാൻ എടുക്കും in the back. 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 Okay, 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 perfect okay, okay മച്ചാനത് പോരല്ല. അടിക്കാൻ എടുക്കും in the back. 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 ഉച്ചയ്ക്ക് ഓമേരി ചോറ് പേര് കപ്പേരി ഒക്കെ. എനിക്ക് മറ്റേത് ഇഷ്ടപ്പെട്ടെ. ഓരളിയാ, എന്ത് രസാണ്. ഇതാരെ പഠിപ്പിച്ച നീ പാട്ട്? നീ എന്തൊക്കെ ചെയ്യണ? ഡാൻസ്, പാട്ട്, അഭിനയം. അപ്പം സ്റ്റാർ മാജിക് ടീം നമ്മളെല്ലാരും കൂടെ ഈ പാട്ട് പഠിപ്പിച്ചു തരണം. നമുക്ക് അറിഞ്ഞൂടാ പെർഫെക്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ പറയേണ്ടതും പാടേണ്ടതും ഒന്നും. നമുക്ക് ശ്രദ്ധിച്ച് കേൾക്കാം അല്ലേ? എങ്ങനെയാ ഫസ്റ്റ് എങ്ങനെയാ പാടുക? ഹായ് everybody, perfect okay, edges അടിക്കും അടിക്കാൻ എടുക്കും in the back. 6 മാസം വേണം. നമുക്ക് വീട്ടിൽ പോയി എല്ലാരും വരൂ, നമുക്കിനി ജോയിൻ ചെയ്യാം. അതായിരിക്കും നന്നാവ്. പാട്ട് പാടാൻ പറ്റില്ല. edges അടിക്കും അടിക്കാൻ എടുക്കും in the back. 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 Okay, 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 perfect okay, okay മച്ചാനത് പോരല്ല. അടിക്കാൻ എടുക്കും in the back. 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 ഉച്ചയ്ക്ക് ഓമേരി ചോറ് കപ്പേരി കപ്പേരി ഒക്കെ.
ചായ ഉരാട പട്ടോരി ഉരാട കാട ഉരാട ഉരാട ഉച്ചയ്ക്ക് ഓടി ചോറ് കപ്പേരി കപ്പേരി ഒക്കെ 4 മണി ചായ ഉരാട പട്ടോരി മച്ചാനത് പോരയാ ഓക്കെ 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 പെർഫെക്റ്റ് ഓക്കെ ഓക്കെ മച്ചാനത് പോരയാ അടിക്കാൻ അത് ഗോ ഇൻ എ പാക്കറ്റ് 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 ഓക്കെ 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 പെർഫെക്റ്റ് ഓക്കെ ഓക്കെ മച്ചാനത് ആ മച്ചാനത് പോരളി ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ കഷ്ടപ്പെട്ടു പോയല്ലേ. ഓ രണ്ടുപേരും പടന്നുണ്ട് അയ്യോ ഇല്ലല്ല അത് അറിയില്ലെന്ന്. ഇതുവരെ പഠിച്ചില്ലേ 2 പ്രാവശ്യം കേട്ടല്ലോ ഞാനൊക്കെ പഠിച്ച ഞാനൊക്കെ ഏത് ലെവലിൽ എത്തിയാനേടി. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറയൂ. ട്രൈ ചെയ്തു നമുക്ക് പിന്നെ ട്രൈ ചെയ്യാം അതൊന്നും പറയുന്നത് കേക്കണ്ട. എന്നെ നായികയാക്കോ ആ ചേച്ചിയാ ചോദിച്ചത് എന്നെ നായികയാക്കോ. എന്നെ നായികയാക്കോ. ആണ് മനസ്സിലിരിപ്പല്ലേ? അതെ എന്നെ നായികയാക്കോ. വാക്കിനങ്ങ് പറഞ്ഞു നോക്കിയതാ. നമുക്ക് 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 അഭിനയിക്കാം ട്ടാ. ചേട്ടാ ചേട്ടൻ കണ്ട് തീരുമാനിച്ചിട്ട് മതി. ഓക്കെ യെസ്. അപ്പളേ നമുക്ക് മറ്റേത് ഓക്കെ. ജേട്ടന്റെ തന്നെ സിനിമയിലെ ഒരു ഞെട്ടിക്കുന്ന ഇടിവെട്ട സംഭവം. ഇതിവിടെ നേരത്തെ രാം മനോഹർ വെട്ടമ്പള്ളി പോലെ അല്ല കേട്ടോ. ആണല്ലേ? അതെവിടെ? അത് ഇപ്പോഴും ജീവനുണ്ട് അതിന്. രാമനോഹർ എവിടെ പോയി? ആ അതാണ് ഒരു അവാർഡ് കിട്ടി കഴിഞ്ഞപ്പോ നമ്മളെ പറഞ്ഞു വിട്ടിട്ട് ഞങ്ങൾ പട്ടീനെ അടിച്ചു വിട്ടേക്കാം. ഓക്കെ. ഹലോ, താനൊരു പെരുങ്കള്ളനാ. റെസ്റ്റോറന്റിൽ ഉണ്ടായിരുന്നില്ല ആ കുട്ടി. കഴിഞ്ഞ ജന്മത്തിൽ അവളെ കൊന്നത് ഞാനാന്നാ തോന്നണേ. അത് ഈ ജന്മത്തിലും ആവർത്തിക്കാൻ വേണ്ടിട്ടാ ആ പിശാച് എന്റെ പുറകെ നടക്കണം. എനിക്ക് അങ്ങനെയല്ല തോന്നണത്. ഈ ജന്മത്തില് തന്നോട് ഇഷ്ടം കൂടാനാ അവളുടെ ശ്രമം എന്ന് തോന്നുന്നു. ആ അതാ ബൊമ്മക്കുട്ടിയുടെ മനസ്സിലിരിക്കുള്ളൂ. അവളെ ആള് ശരിയല്ല. അവള് ഭയങ്കര പണക്കാരിയാ. അപ്പൊ അതാണ് കാര്യം. പണക്കാരി അല്ലായിരുന്നെങ്കി ഒന്ന് നോക്കിയേനെ. തന്നെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. തനിക്ക് ഈ മനസ്സ് വായിക്കാൻ പ്രത്യേക കഴിവാ. എനിക്ക് ആ കൊച്ചിന് ഇഷ്ടമാണെന്ന് തനിക്ക് മനസ്സിലായല്ലേ? പുറത്തു പറയരുതട്ടോ. തന്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെന്ന് ആ കുട്ടി അറിഞ്ഞാലോ? ഒരിക്കലും അറിയില്ല. ആളുകൾ അറിയാനും മനസ്സിലാക്കാനും തനിക്കുള്ള കഴിവൊന്നും ആ കുട്ടിക്കില്ല. തന്നെ മനസ്സിലാക്കാനുള്ള കഴിവ് അവക്കുണ്ടെങ്കിലോ? എങ്കിലപ്പൊ കെട്ടിന്ന് ചോദിച്ചാ മതി. എന്താല്ലേ ഇതെങ്ങനെ ലിപ്പൊക്കെ പിടിക്കണാവോ? ഭയങ്കര രസമുണ്ട് കേട്ടാ. പറഞ്ഞോളൂ ചേട്ടാ, മനസ്സിലുള്ളതെല്ലാം പറഞ്ഞു. എനിക്ക് ഒന്നും പറയില്ല, അന്തം വിട്ട് നിൽക്കുക. ഞങ്ങൾക്കൊരു ആഗ്രഹമുണ്ട്, ചേട്ടനൊന്ന് തൊട്ടടുത്ത് നിന്ന് ഒന്ന് ഇവിടെ നിന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു പെർഫോമൻസ് കുറച്ചും കൂടെ ഭയങ്കര സ്വീറ്റ് ആയിരിക്കും. ഒന്ന് വരാമോ? അയ്യോ ഞാൻ വരാലോ. ഇതെന്താ വേണ്ട? ഈ ഡയലോഗ് സെയിം ഡയലോഗ് നീ പറയണം. എങ്ങനെയാന്നറിയോ? ഞാൻ എടുത്തിട്ടേക്ക് ആദ്യമായിട്ട് നായികനെ എടുത്തോണ്ട് നിന്ന് ഒരു ഡയലോഗ് ഞാൻ കേൾക്കണം. ആ പറ പറ. എനിക്ക് ഡയലോഗ് ഓർമ്മയില്ല. ഹലോ, താനൊരു പെരുങ്കള്ളനാ. റെസ്റ്റോറന്റിൽ ഉണ്ടായിരുന്നില്ല ആ കുട്ടി. കഴിഞ്ഞ ജന്മത്തിൽ അവളെ കൊന്നത് ഞാനാന്നാ തോന്നണേ. അത് ഈ ജന്മത്തിലും ആവർത്തിക്കാൻ വേണ്ടിട്ടാ ആ പിശാച് എന്റെ പുറകെ നടക്കണം. എനിക്ക് അങ്ങനെയല്ല തോന്നണത്. ഈ ജന്മത്തില് തന്നോട് ഇഷ്ടം കൂടാനാ അവളുടെ ശ്രമം എന്ന് തോന്നുന്നു. ആ അതാ ബൊമ്മക്കുട്ടിയുടെ മനസ്സിലിരിക്കുള്ളൂ. അവളെ ആള് ശരിയല്ല. അവള് ഭയങ്കര പണക്കാരിയാ. അപ്പൊ അതാണ് കാര്യം. പണക്കാരി അല്ലായിരുന്നെങ്കി ഒന്ന് നോക്കിയേനെ. തന്നെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. തനിക്ക് ഈ മനസ്സ് വായിക്കാൻ പ്രത്യേക കഴിവാ. എനിക്ക് ആ കൊച്ചിന് ഇഷ്ടമാണെന്ന് തനിക്ക് മനസ്സിലായല്ലേ? പുറത്തു പറയരുതട്ടോ. തന്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെന്ന് ആ കുട്ടി അറിഞ്ഞാലോ? ഒരിക്കലും അറിയില്ല. ആളുകൾ അറിയാനും മനസ്സിലാക്കാനും തനിക്കുള്ള കഴിവൊന്നും ആ കുട്ടിക്കില്ല. തന്നെ മനസ്സിലാക്കാനുള്ള കഴിവ് അവക്കുണ്ടെങ്കിലോ? എങ്കിലപ്പൊ കെട്ടിന്ന് ചോദിച്ചാ മതി. അയ്യോ, ആദ്യമായിട്ട് നായികയെ എടുത്തുകൊണ്ട് നിന്ന് അല്ലേ? അതിന്റെ ഭാഗ്യം എനിക്ക് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ഇത്രയും ചെറിയ കാവ്യമാധവനോ? ഓക്കെ, അടിപൊളിയായിരുന്നു. ഒരു വലിയ കൈഡി കൊടുക്ക ഈ കടുക്ക് മണിക്ക്. ഇപ്പൊ എത്ര വയസ്സായി? 6
ഓ 6 വയസ്സായപ്പോ ഇങ്ങനെ 60 വയസ്സുള്ള സുതി ഒന്നും അല്ലാതെ നിൽക്കുമ്പം 6 വയസ്സുള്ള കുറ്റി കേറി ട്രൈ ചെയ്യും. എന്തായാലും ചേട്ടാ താങ്ക് യു സോ മച്ച്. വിളിച്ചപ്പോഴേക്കും വന്ന് ഒക്കത്തെടുത്ത് ആ ഒരു ഡയലോഗിന് കോംപ്ലിമെന്റ് ചെയ്തേനെ. താങ്ക് യു ചേട്ടാ, താങ്ക് യു. ഇതൊക്കെ എവിടുന്ന് അങ്ങനെ പറയാൻ പറ്റണേ? ജന്മസുഹൃതം അല്ലാതെ എന്താ. വൃത്തിക്കുട്ടിക്ക് നമ്മുടെ എല്ലാവരുടെയും വക ഹാപ്പി ഓണം. ഹാപ്പി ഓണം. അങ്ങനെ പൂക്കളിടാറുണ്ടോ? സോറി, ന്യൂ ജനറേഷനാ. ആ ചേച്ചിയുടെ ഡ്രസ്സ് കൊണ്ടുപോക്കോ, മോളെ വീട്ടിലൊട്ടിച്ച് വെച്ചാൽ മതി. ഇതാണ് പൂക്കളം. ദിസ് ഈസ് എ പൂക്കളം ആൻഡ് ദാറ്റ് ഈസ് എ പൂക്കളം. എല്ലാവരും കൂടെ ഹാപ്പി ഓണം എന്ന് പറഞ്ഞ കൊച്ചിനെ പേടിപ്പിച്ചാന്ന് ഓർത്താണ് കൊച്ചൻ. അപ്പൊ ഇന്ന് വൃത്തിക്കുട്ടി നമ്മുടെ കൂടെ ഉണ്ടല്ലേ ചേട്ടാ? വീടുണ്ടല്ലോ ഇന്ന് ചാട്ടാടിയൊക്കെ മേടിച്ച് സുഖമായിട്ടങ്ങ് ജയിക്കാൻ. നമ്മുടെ കൂടെ ഇതിനു മുമ്പ് ഒരു എപ്പിസോഡിൽ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. കട്ടയ്ക്ക് കളിക്കാനൊക്കെ കൂടെ കൂടി ബെസ്റ്റ് കമ്പനി നമ്മുടെ തങ്കു ആയിരുന്നു. സമപ്രായക്കാർ തമ്മിൽ ചേരുമ്പോഴേ തങ്കു LKG ആണല്ലോ ഇവിടുത്തെ. അപ്പം തങ്കുങ്ങളുടെ കൊണ്ടുവരാട്ടോ. അനുചേച്ചി ഇവിടെ പോയി. അനുചേച്ചി ആ കുട്ടി നന്നായിട്ട് പഠിക്കുന്നു, അനു തോറ്റു പഠിക്കുന്നു. ശരി, അപ്പൊ ഇതിലും വൃത്തിക്കുട്ടിയെ നമ്മൾ വെൽക്കം ചെയ്യാ. ജയംഭായി വന്നേക്കൊണ്ട് അനു ഒരിക്കലും ലെൻസ് വെച്ചില്ല. ലെൻസ് വെച്ചിട്ട് ഇങ്ങനെ തപ്പി ചേട്ടാ, സ്റ്റാർ മാജിക് പവേർഡ് ബൈ ജയസൂര്യ എങ്ങനെ പോണു? എൻജോയ് ചെയ്യണ്ടോ? അടിപൊളിയല്ലേ? എനിക്ക് വേറൊരു ആഗ്രഹമുണ്ട്. എന്താ പറയുക? എന്റെ ആഗ്രഹങ്ങളൊക്കെ ഇങ്ങനെ നടത്തി തന്നു. പിന്നെന്താ പറയൂ. അതായത് ഞാൻ കൊല്ലം ഷാഫി സാറിന് ഭയങ്കര വലിയ ഫാനാണ്. ഷാഫി സാർ അദ്ദേഹം ഈ AH നബി പാടിയത് ഞാൻ അത് കേട്ട് ഞാൻ വട്ടായിട്ട് പെടുന്നു. കാരണം എനിക്ക് തോന്നുന്നത് ഞാൻ ഒരുപാട് തവണ പുള്ളിനെ എപ്പോൾ കാണുമ്പോഴും ഞാൻ അത് പാടിക്കാറുണ്ട്. അപ്പൊ അത് ബുദ്ധിമുട്ടില്ലെങ്കിൽ അത് വിത്ത് മ്യൂസിക്കിൽ കേൾക്കാൻ ഭയങ്കര എന്താ പറയാനുള്ള തിരിച്ചെന്താ പറയാനില്ല. ഞാൻ ആ ഒരു ചെറിയ പരിചയമുള്ളെങ്കിലും ജയേട്ടൻ എന്നെ ഓർക്കുന്നുണ്ട്. ഞാൻ വിളിച്ച് ശല്യം ചെയ്യാറില്ല. എല്ലാ സിനിമകൾ കണ്ടു കഴിഞ്ഞാലും ജയേട്ടാ ഞാൻ പടം കണ്ടു, അവനെ പറയേ എന്ന് പറഞ്ഞിട്ട് ഉടനടി നമ്മളോട് ഇങ്ങോട്ട് അത്രയും ബന്ധമുള്ള പോലെ ഇപ്പോഴും പെരുമാറുന്നുണ്ട്. അതിങ്ങനെ ഹൃദയത്തിന്റെ അകത്ത് ഇങ്ങനെ നിറച്ചു വെച്ച് എനിക്ക് എന്നെ സംബന്ധിച്ച് നിങ്ങൾ വളരെ എന്റെ ക്ലോസ് ഫ്രണ്ടാണ്. നിങ്ങൾക്ക് ഞാൻ ക്ലോസ് ഫ്രണ്ട് അല്ലല്ലേ? അങ്ങനെയല്ല, ദുഷ്ടനാണ് നിങ്ങൾ. വലിയൊരാളെ വിളിച്ചു കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാവോ എന്നുള്ള രീതിയിലാണ് പുള്ളി എടുത്തത്. അമ്മ ഇങ്ങനെ അത് ചേട്ടാ വിനയം കൂടിയിട്ട് വിനയചന്ദ്രൻ. എനിക്ക് പണ്ടുണ്ടായ അസുഖ വിനയചന്ദ്രൻ. അപ്പൊ ജയേട്ടന്റെ ഇഷ്ടപ്പെട്ട പാട്ടായ ആ അജ്നബിയുടെ കുറച്ച് ഭാഗങ്ങൾ എപ്പം പാടി കൊടുക്കുമ്പോ ഹിന്ദിയെ പാടില്ല, അതിന്റെ തമിഴ് വേർഷൻ ഉണ്ട്, അത് കുറച്ച് ഭാഗം പാടാം. വാനം എങ്കും ഉൻ ബിംബം ஆனால் கையில் சேரவில்லை காற்று எங்கும் உன் வாசம் வெறும் வாசம் வாழ்க்கையில் உயிரே வேரோடு கிள்ளி என்னை செந்தியில் தள்ளி எங்கே சென்றாயும் கள்ளி ஓடும் ஜீவன் போயும் முன்னே ஓடோடிவா अजनबी तू भी कभी आवाज दे कहीं से अजनबी तू भी कभी आवाज दे कहीं से मैं यहाँ टुकड़ों में जी रहा हूँ, मैं यहाँ टुकड़ों में जी रहा हूँ, तू कहीं टुकड़ों में जी रही है अजनबी तू भी कभी आवाज दे कहीं से अजनबी तू भी कभी आवाज दे कहीं से. താങ്ക് യു. ചേട്ടൻ ചോദിച്ച സോങ് ആണ്. ഇത് രസമായിട്ടല്ലേ? പക്ഷെ ഈ പാട്ടിൽ നമ്മൾ അനു ഉറങ്ങിപ്പോയി. ഇനി ഉണർത്തണമെങ്കിൽ നല്ലൊരു ഫാസ്റ്റ് പാട്ട്. ഗുഡ് മോർണിംഗ്. അല്ല, നീ നിനക്ക് ഉറങ്ങാൻ ഒരു അവസരം കിട്ടി എന്ന് നീ പറ. നല്ലൊരു ഫാസ്റ്റ് ശരി, ഇനി ഒരു ഫാസ്റ്റ് നമ്പറും കൂടെ ആയാലോ ചേട്ടാ? പിന്നെന്താ? യെസ്.
दिल तेरी आंखों में डूबा बन जा मेरी तू महबूबा ये दिल तेरी आंखों में डूबा बन जा मेरे तू महबूबा मत तीर नजर से मार मार मत तीर नजर से मार मार ये चौक लगेगे आर पार आसान आसान समझ मत यार यार ये प्यार बहुत है सख्त सख्त तू चीज बड़ी है मस्त मस्त तू चीज बड़ी है मस्त तू चीज बड़ी है मस्त मस्त तू चीज बड़ी है मस्त नहीं तुझको कोई होश होश नहीं तुझको कोई होश होश हे होश उड़ेगी जोश जोश आसान आसान मत समझ यार यार ये प्यार बहुत है सख्त सख्त तू चीज बड़ी है मस्त मस्त तू चीज बड़ी है मस्त तू चीज बड़ी है मस्त मस्त तू चीज बड़ी है मस्त അടിപൊളി. അപ്പം അങ്ങനെ നമ്മൾ ഒരു പാട്ടാണ് ചേട്ടൻ ചോദിച്ചത്, 2 പാട്ടാണ് നമ്മുടെ ഭാഗത്തുനിന്നും നമ്മുടെ സ്റ്റാർ മാജിക് ടീമിന്റെ ഭാഗത്തുനിന്നും ഷാഫിക്കയുടെ ഭാഗത്തുനിന്നും. വെരി ഗുഡ്. ശരി, അപ്പം ഷാഫിക്കയും പാടിക്കഴിഞ്ഞു. ഞാൻ ഇന്ന് കാലത്ത് മുതലുണ്ടല്ലോ ഒരാളിങ്ങനെ കോറിഡോറിൽ കൂടെ ജേട്ടനെ പറ്റി എന്തൊക്കെയോ പാട്ട് ഇങ്ങനെ പാടിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് കേട്ടോ. ആരായിരിക്കും സ്പോട്ടിൽ പാടിക്കൊണ്ടിരിക്കണേ? മാത്രമാണ് സ്പോട്ടിൽ പാട്ട് എഴുതി സ്വന്തമായി പാട്ട് എഴുതി അത് കമ്പോസ് ചെയ്ത് അത് ഒരു ടീം വർക്കാണ് അത്. ഒറ്റക്കല്ല ടീം വർക്ക്. ചേട്ടാ ഇത് പാട്ടായിട്ട് കൂട്ടണ്ട ഒരു പറച്ചില്, ഒരു ജാമ്യം, ഒരു കഥ പറച്ചിൽ, വേറെ എവിടെയും കേൾക്കാത്ത ഒരു എക്സ്ക്ലൂസീവ് പാട്ട്. ചക്കര പൊളിക്ക്. ഓക്കെ. നമ്മുടെ വാപ്പൻ ഷാജിപ്പാപ്പൻ നമ്മുടെ ഏട്ടൻ ജയേട്ടൻ, നമ്മുടെ വാപ്പൻ ഷാജിപ്പാപ്പൻ നമ്മുടെ ഏട്ടൻ ജയേട്ടൻ, ഈശോ പുണ്യള കുംഭസാരമായി സ്വപ്നക്കൂട്ടിൽ നിന്നും ജയേട്ടൻ ജയേട്ടൻ, ഈശോ പുണ്യള കുംഭസാരമായി സ്വപ്നക്കൂട്ടിലെന്നും ജയേട്ടൻ ജയേട്ടൻ, നമ്മുടെ വാപ്പൻ ഷാജിപ്പാപ്പൻ നമ്മുടെ ഏട്ടൻ ജയേട്ടൻ, നമ്മുടെ വാപ്പൻ ഷാജിപ്പാപ്പൻ നമ്മുടെ ഏട്ടൻ ജയേട്ടൻ, തൃശൂർ പൂരത്തിൻ മേരിക്കുട്ടിയായി ക്യാപ്റ്റനായി എന്നും ജയേട്ടൻ ജയേട്ടൻ, തൃശൂർ പൂരത്തിൻ മേരിക്കുട്ടിക്കായി ക്യാപ്റ്റനായി എന്നും ജയേട്ടൻ ജയേട്ടൻ, നമ്മുടെ വാപ്പൻ ഷാജിപ്പാപ്പൻ നമ്മുടെ ഏട്ടൻ ജയേട്ടൻ, നമ്മുടെ വാപ്പൻ ഷാജിപ്പാപ്പൻ നമ്മുടെ ഏട്ടൻ ജയേട്ടൻ, സൂഫി സുജാത ബ്യൂട്ടിഫുള്ളാണ് ആടുമായി വന്നു ജയേട്ടൻ ജയേട്ടൻ, സൂഫി സുജാത ബ്യൂട്ടിഫുള്ളാണ് ആടുമായി വന്നു ജയേട്ടൻ ജയേട്ടൻ, നമ്മുടെ വാപ്പൻ ഷാജിപ്പാപ്പൻ നമ്മുടെ ഏട്ടൻ ജയേട്ടൻ, നമ്മുടെ വാപ്പൻ ഷാജിപ്പാപ്പൻ നമ്മുടെ ഏട്ടൻ ജയേട്ടൻ, നമ്മുടെ വാപ്പൻ ഷാജിപ്പാപ്പൻ നമ്മുടെ ഏട്ടൻ ജയേട്ടൻ, നമ്മുടെ ഏട്ടൻ ജയേട്ടൻ ജയേട്ടാ ജയേട്ടാ ഐ ലവ് യു ടീമേ 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 ഐ ലവ് യു ടീമേ. ചക്കര ഐ ലവ് യു. ശരിയായി പോയാ ചേട്ടാ നന്നായി. എന്നെന്താ നന്നായിട്ടുണ്ട്. അടിപൊളി. ശരിയായി പോയാന്ന്. അയ്യോ ശരിയായി പോയാ. ഇത് ഞാൻ മാത്രമായിട്ടല്ല എഴുതിയത്, എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട്. ചിലപ്പോൾ ഞാനെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ചിലപ്പോൾ വിഷമവും. അത് മൂലംകുഴിയിൽ എൻ്റെ ഒരു കൂട്ടുകാരൻ സഹദേവനാണോ? സഹദേവനല്ല, ഗോഡ്ബിനും കൂടി ഈ പാട്ടിൽ കുറച്ച് എന്റെ സ്നേഹാന്വേഷണം ഗോഡ്ബിനോടും പറയാം കേട്ടാ. താങ്ക് യു. ചേട്ടൻ അന്വേഷണം പറഞ്ഞിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ടിവിയിൽ തന്നെ ഡയറക്റ്റ് ഇപ്പൊ കേട്ടിട്ടുണ്ടായിരിക്കും. ശരിയായി പോയാ ശരിയായി പോയാ. അടിപൊളി. ഓണം എന്നൊക്കെ പറയുമ്പോഴേ പൂക്കളും അതുപോലെ തന്നെ ഓണസദ്യ മാത്രം മതിയോ? കറക്റ്റ് നൈസ് ആയിട്ടൊരു പഞ്ച് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു വടംവലി മത്സരം വേണ്ടേ? തുടങ്ങല്ലേ? അപ്പം സ്റ്റാർ മാജിക്കിന്റെ ടീം മെമ്പേഴ്സ് ഇവിടെ ഒത്തൊരുമിക്കാൻ പോവാണ് വടം വലിക്കാനായിട്ട്. തുടങ്ങാം. ഒന്ന് ഇളകുന്നു. തുടങ്ങാം. ഓക്കെ. വടംവലി മത്സരത്തിന്റെ റൂളൊന്നും ഇനി പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയാം. നമ്മൾ എല്ലാ വർഷവും ആ ഒരു പാരമ്പര്യം അതിന്റെ തനിമയോടുകൂടി നമ്മൾ വടം വലിക്കാറുള്ളതാ. ഓക്കെ, അപ്പൊ 2 ടീം മെമ്പേഴ്സ് ഗെറ്റ് റെഡി. കമോൺ ജേട്ടാ, തുടങ്ങിക്കോട്ടെ. ആട് എങ്ങനെ ഓർമ്മ വരുന്നുണ്ടോ? അയ്യോ, അതെന്റെ ആട് സമയത്തുണ്ടല്ലോ എന്റെ ശബ്ദം മൊത്തം പോയി. കാരണം എന്താ വെച്ചാ സോങ് അല്ലേ, സോങ് ഇട്ടിട്ട് നമ്മള് എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് സിനിമ തന്നെ കാണാൻ പറ്റും. തൊണ്ടയെന്നുള്ള വൈകുന്നേരം കഴിഞ്ഞപ്പോ ശബ്ദമൊക്കെ പിന്നെ
സ്റ്റൂൾ ഈ വൈകുന്നേരം ഇങ്ങനെയായി ഏകദേശം. അപ്പൊ ആ ഓർമ്മകളൊക്കെ ഒന്ന് നമുക്ക് ഒന്നും കൂടി ഇവിടെ നമുക്ക് തിരിച്ച് റീകളക്ട് ചെയ്യാൻ വേണ്ടിട്ട് സ്റ്റാർ മാജിക് ടീം മെമ്പേഴ്സ് ഇതാ വടം വലിക്കാൻ വേണ്ടി പോവാണ്. അങ്ങനെ ഓണം സ്പെഷ്യൽ വടം വലി നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ 1 2 3 പറയൂ. Ready, 1 2 3 start. ചേട്ടാ എങ്ങനെയുണ്ടായിരുന്നു ഞങ്ങളുടെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഈ ഒരു വടംവലി സ്റ്റാർ മാജിക് ടീം മെമ്പേഴ്സിന്റെ അടിപൊളിയല്ലേ? ഉഗ്രരായിരുന്നു. ഞാന് നമ്മുടെ ഒരു ടീമിനെ ഇറക്കിയാലോ? നമ്മുടെ ടീമിനെ നമ്മൾ ഇറക്കിയിട്ട് ഒരാളെ ഇറക്കട്ടെ. എന്താ ഇറക്കങ്ങടെ? എടാ മക്കളെ വാടാ. അതാര്? നടക്കുവോ? നടക്കും പാപ്പാ. പാപ്പാ വലിയ സന്തോഷമുണ്ട് പാപ്പാ. കാരണം ഇത്രയും നാള് നമ്മൾ വടം വലിച്ചതൊക്കെ ക്ലബുകളില് അല്ലെങ്കിൽ ഉത്സവ പറമ്പുകളില് അങ്ങനെയുള്ള നിസ്സാര സ്ഥലത്തൊക്കെ പാപ്പാ നമിച്ച് പാപ്പാ പാപ്പാ ഇത്രയും പെണ്ണുങ്ങളെ കൂടല്ലേ വടംവലി ആദ്യമായിട്ടാണ് പാപ്പാ. ഞാനൊരു കാര്യം പറയട്ടെ പാപ്പാ, നമുക്ക് ഈ വടംവലി മാറ്റിയിട്ട് ഒരുപാടൊരു ഗുസ്തി ആക്കിയാലോ? അവരുടെ അച്ഛനും അമ്മയും ഇവിടെ നിൽക്കുന്നുണ്ട്, നീ പോയി വടം വലിച്ച് ഗുസ്തി വേണ്ടെന്ന് പറഞ്ഞേട്ടാ. എന്താ പാപ്പാ? അല്ല കഴിഞ്ഞ അവിടുത്തെ പോലെ മുണ്ട കഴിഞ്ഞു പോയി. ഇല്ല പാപ്പാ, ഞാനെല്ലാം ഞാൻ അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് വന്നിരിക്കുന്നത് പാപ്പാ. പാപ്പ വേറൊരു കേസ് നോക്കട്ടെ.
ഇതിലേതെങ്കിലും ഒരെണ്ണം തന്നെ വലിച്ച് ഞാൻ എന്റെ വീട്ടിൽ കൊണ്ട് പോയാലോ? നല്ലതാ. പെണ്ണുങ്ങളെ സൗന്ദര്യം കണ്ട് അവരെ പുറകെ പോകരുത്. ഇവിടെയൊക്കെ നമ്മളെ വലിപ്പിക്കും. വലിപ്പിക്കുമെങ്കിൽ നല്ലതല്ലേ, ഒരു കോച്ചായില്ലേ? നല്ലതാ. ഏറ്റവും നല്ലോണം വലിപ്പിക്കുന്നതിന് നമുക്ക് പിടിച്ച് കോച്ചാക്കാം. കല്യാണം കഴിഞ്ഞാൽ കോച്ചല്ല, കൊച്ചാണ്. അല്ല ചേട്ടാ, ഇവരൊക്കെ ആക്ച്വലി ആരാ? നമ്മളെ പിള്ളേരാ. അബു അറക്കില അബു. അതെ. ചേട്ടന്റെ പേരോ? എന്റെ പേര് ക്ലൈറ്റോ. ക്ലൈറ്റോ സച്ചിൻ. എന്റെ വീട്ടുപേരാണ് അറക്കൽ. അല്ലല്ല, ഇവന്റെ വീട്ടുപേരല്ല അറക്കല്. സത്യത്തിൽ ഇവന് പണ്ട് ഭയങ്കരമായിട്ട് കരപ്പം വന്നായിരുന്നേ. ചൊറിയും ചരങ്ങൊക്കെ വന്നിട്ട് ഒരു മുഷിയുടെ നാറ്റമൊക്കെ ആയിരുന്നു. ആൾക്കാർ അടുത്തോട്ട് ഒരു അറക്കുമായിരുന്നു. അങ്ങനെയാണ് അറക്കല പോയത്. കഴിഞ്ഞ ഓണത്തിന് കൈപ്പുഴ കുഞ്ഞപ്പന്റെ കൈവെട്ടിയപ്പോ മുഖത്ത് ബ്ലഡ് ആണ് ധരിച്ചത്. അതിന്റെ കഥ എല്ലാവർക്കും അറിയാം നാട്ടിൽ. നീ ഇരുന്ന് വലിച്ചടാതെ. പാപ്പ ഇവന് ആവശ്യമില്ലാത്തടത്ത് എല്ലാം ചെന്ന് ഈ കറ പറിച്ചില്ല. അതിന്റെ അവന് കിട്ടുന്നുണ്ട്. ഇവിടെ എംപ്ലോയ്മെന്റ് തൊഴിലില്ലായ്മ വേതനം മേടിക്കാൻ പോയപ്പോ അവിടെ ചെന്ന് പറയുന്നു കഴിഞ്ഞ ഓണത്തിന് കയ്യറുത്തപ്പോ മുഖത്ത് ചോരയാ വീണെന്ന് പറഞ്ഞു. അതും ഇല്ലാതാക്കി. ആവശ്യമില്ല. ഈ മാസ ഡയലോഗ് മാസങ്ങളോളം അടയ്ക്കുന്നത്. നീ മാറ്റി പറയണം കേട്ടോ. ഈ അറക്കില അബു ചേട്ടനും ഈ ക്ലീറ്റോ ചേട്ടനും കൂടെയാണോ അത് കൂടെ ഇവരാണോ കളിക്കണേ? അവരെ നിങ്ങൾക്ക് അറിയാത്തോണ്ടാ. പറഞ്ഞോടാ. ഈ ടീമിൽ ഏറ്റവും കൂടെ വലിക്കാറ് ഞാൻ തന്നെയാണ്. രാത്രി കിടന്നുള്ള ചുമ ആകണേ വലിയ കാരണവന്റെ. അയ്യോ ഇല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു പാപ്പ ഇവന് TV ഉണ്ടോന്നൊരു സംശയമുണ്ട്. TV ഉണ്ടെങ്കിൽ എന്താ? കഴിഞ്ഞ ഓണത്തിന് കൈപ്പുഴ കുഞ്ഞപ്പന്റെ കൈവെട്ടിയപ്പോ കഴിഞ്ഞ ഓണത്തിന് കൈപ്പട കുഞ്ഞപ്പൻ. ചേട്ടാ ഇത് മയത്തിലൊക്കെ വലിക്കണേ ഞങ്ങളുടെ ആർട്ടിസ്റ്റുകള്. ലക്ഷ്മി അവനത് വേണം. ഇനി ഞാൻ ഈ കഴിഞ്ഞ ഓണത്തിന് കൈപ്പുഴ കുഞ്ഞപ്പന്റെ കാര്യം ഇവിടെ നീ പറയരുത്. എന്നാ കഴിഞ്ഞ ക്രിസ്മസിന് കൈപ്പുഴ കുഞ്ഞപ്പൻ എനിക്കെന്നായിരുന്നറിയാമോ? ഒറിജിനൽ വടംവലിക്കാരാണ്. കഴിഞ്ഞ വർഷത്തെ സ്റ്റേറ്റ് അവാർഡ് വാങ്ങിയ വടംവലിക്കാരൻ. ഞങ്ങൾ അനുകരിക്കണോ? അനുകരിക്കരുത്, ഒരിക്കലും അനുഗ്രഹിക്കണം. ഒരു കാര്യം ചെയ്യ പാപ്പ, പാപ്പന് വന്നൊരു കോച്ചാട്ട് വേണ്ട. നിങ്ങൾ തന്നെ ചെയ്താൽ മതി. ഒപ്പം വരണം. വേണ്ട, നമുക്കൊരു എനർജി വേണ്ടി. അതെ, നിന്നെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വന്നതല്ല. എങ്ങാനും തോറ്റാലേ നിങ്ങളുടെയൊക്കെ നടുവ് നോക്കി ചവിട്ടാൻ വേണ്ടി വന്നതായിരുന്നു. എന്റെ പോലെ ആക്കി തരാം. സ്റ്റാർ മാജിക്കിന്റെ ചരിത്രത്തില് ഒരു ഓണക്കാലത്ത് ഇത് ആദ്യമായിട്ടാണ് ഒറിജിനൽ വടം വലിക്കാര് ഈ ഫ്ലോറിലെത്തി നമ്മുടെ സ്റ്റാർ മാജിക് ടീം മെമ്പേഴ്സിന്റെ കൂടെ വടം വലിക്കാനായിട്ട് പോണേ. ചേട്ടാ റെഡിയാണോ? തുടങ്ങാം. റെഡിയാണോ? നമ്മുടെ പിള്ളേര് ആപ്പന്റെ പിള്ളേരല്ലേ?
സത്യത്തിൽ ഇവരെവിടെ കിട്ടി? അത് ആരുടെ ടീം? അത് ഒറിജിനൽ വടംവലി ടീമാ. അതുകൊണ്ടാ ഞങ്ങൾ ഇറങ്ങില്ലായിരുന്നല്ലോ. അല്ലാതെ ഇവരോടുള്ള വിശ്വാസം കൊണ്ടൊന്നും. നിന്റെയൊക്കെ മറ്റേ ബലൂൺ ചവിട്ടി പൊട്ടിക്കുന്ന ഗെയിം അല്ല. എന്നാ ചേട്ടാ ഞങ്ങൾക്ക് ഒരു റൗണ്ട് കൂടെ കളിക്കണം. ഹലോ ഹലോ വലിക്കും. ഇത് ഐസ് ബക്കറ്റിൽ കിടന്ന് പാട്ട് പാടുന്ന പരിപാടി അല്ലത്. ഒറ്റ പ്രാവശ്യം വേണം, ഞങ്ങൾക്ക് വലിക്കണം. അപ്പോ പാപ്പൻ മുണ്ട മടക്കി കുത്താൻ പോവാണ് ഈ വടം വലിക്ക്. എല്ലാം കൂടി ഇവന്റെ കഴുത്തറക്കും. നമ്മൾ തോറ്റെന്താണെന്ന് അറിയാമോ? കഴിഞ്ഞ ഓണത്തിന് പിന്നെ ഈ ഒറ്റ ഡയലോഗ് പറഞ്ഞു പാപ്പ. പാപ്പ മാത്രമല്ല, വടം കയ്യിലോട്ട് എടുത്തപ്പോ എന്റെ അമ്മ പറഞ്ഞത് എനിക്ക് ഓർമ്മ വന്നു പാപ്പ. എന്തിനാ ഇങ്ങനെ ഒരു അബദ്ധം പറ്റിയെന്നോ? ഇല്ല, ജീവിതത്തിൽ ഒരിക്കലും നീ പുറമോട്ട് പോകരുത്, മുന്നോട്ട് തന്നെ പോകണം. ഈ അത്താണത് കയറി ഓർത്തേണ്ട കാര്യം വല്ലതും ഉണ്ടായിരുന്നു. പാപ്പൻ അങ്ങനെ ഒരു ടീമിനെ ഇറക്കി കഴിഞ്ഞു കഴിഞ്ഞാ വേറൊരു ടീമിനെ ഇറക്കണ്ടേ? അല്ലല്ല, നിങ്ങളെ തോപ്പിച്ചിട്ട് ഇറക്കിയാൽ മതി. ഹലോ, അറക്കൽ അബു ചേട്ടനും ക്ലീറ്റോ ചേട്ടനും കൂടുതലും മിണ്ടണ്ട. ഞങ്ങളുടെ പിള്ളേരുടെ എനർജി കണ്ടല്ലോ അല്ലെ? നിങ്ങളെ സൈഡിലേക്ക് എന്ത് പറ്റി പാപ്പ? തോറ്റു മുട്ടിട്ടല്ലോ. ആര് മുട്ടിട്ടും? അല്ല, പാപ്പന്റെ ടീം ഇറക്കിയ പിള്ളേര് കൊച്ചു കണ്ടായിരുന്നു. ആ, ഞങ്ങൾ കണ്ടു. പാപ്പനെ ഇവിടുന്ന് ഇറങ്ങി ഓടുകയും ചെയ്യും. അല്ല, പാപ്പന്റെ നടുവാ. അതല്ല, ഞാൻ പറഞ്ഞല്ലോ എന്റെ ടീം വരുന്നേ ഉള്ളൂ. അപ്പൊ ഇതല്ലേ? എടാ മക്കളെ, വാടാന്ന് പറഞ്ഞ ബഹുമാരി കയറി വന്നേ ഞാൻ. ഇതല്ല, വരുന്നേ ഉള്ളൂ. എടാ ഒറിജിനലുകളെ ഒന്ന് വാടാ. കണ്ടല്ലോ, ഇവന്മാര് 4 ചപ്പാത്തിയാ കഴിക്കുന്നത്. രണ്ട് അവന്മാരുണ്ടല്ലോ അപ്പുറത്ത് രണ്ടെണ്ണങ്ങള് 40 കഴിക്കുന്നത്. എല്ലാ കാര്യമുണ്ടോ? അല്ല പാപ്പ, ഇത് വെറുതെ ഒരു ഫൺ ഷോ അല്ലേ? എന്താ ഉദ്ദേശം? എന്താ ഇവരൊക്കെ ഇതിന്റെ ആവശ്യമുണ്ട്? അയ്യോ, അവന്മാര് വലിച്ചോളൂ. അവന്മാരാ ഇപ്പൊ നമ്മുടെ പിള്ളേര്. വലിക്കാൻ ബെസ്റ്റ്. ഇതാണ് പാപ്പനോട് കളിച്ചാലുള്ള കുഴപ്പമില്ല. പാപ്പൻ എവിടെങ്കിലും വജ്രായുധം കണ്ടുവച്ചേക്കും. ഞാൻ കൂടെ ഉണ്ട്. നീ അത് മാത്രമേ ഉള്ളൂ എനിക്കൊരു പേടി. കഴിഞ്ഞ ഓണത്തിന് മറ്റേ പാപ്പ എന്നെ ഇവനെ പറഞ്ഞിട്ട് ഞാൻ നിൽക്കാം. ഒന്ന് രണ്ടുപേരും ഒന്ന് പോയി തരാവോ? ഞങ്ങൾക്ക് ഇനി കളിക്കണമെന്നില്ല. ഓ, ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾ ജയിച്ചു നിൽക്കുന്ന സ്റ്റാർ മാജിക് ടീം അല്ലയോ? നിങ്ങളൊക്കെ വലിയ സ്റ്റാർസ് അല്ലയോ? നമ്മൾ അത്ര വലിയ സ്റ്റാർ ഒന്നും അല്ല. എടാ വലി, അങ്ങനെ സ്റ്റാർ മാജിക്കിനെ തൊട്ട് പറഞ്ഞു. ഞങ്ങൾക്ക് സ്റ്റാർ ആവാണ്ടിയോ കൊച്ചേ? അങ്ങനെ പാപ്പ ഞങ്ങൾ ഉപേക്ഷിച്ച സ്ഥിതിക്ക് ഞാനും സ്റ്റാർ മാജിക്കിൽ. അല്ല, ഞാൻ ചോദിക്കട്ടെ, പാപ്പനില്ലാത്ത ടീമാണെങ്കിൽ പിന്നെ ഞാൻ എന്തിനാ ഇവിടെ വയ്ക്കുന്നത്? അപ്പൊ ഞാൻ അപ്പൊ എന്നാ തുടങ്ങല്ലേ പാപ്പ? ഞങ്ങള് വെല്ലുവിളി ഏറ്റെടുക്കാൻ തീരുമാനിച്ചു. അങ്ങനെ സ്റ്റാർ മാജിക് ടീം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ വെല്ലുവിളിച്ചു കഴിഞ്ഞു കഴിഞ്ഞാ നാണം കെടുത്തരുത് കേട്ടോ. ഓക്കെ, അപ്പൊ ഇതിൽ നമ്മളിതാ തുടങ്ങാൻ പോവാണ്. പാപ്പന്റെ ടീം വേഴ്സസ് സ്റ്റാർ മാജിക് ടീം. പാപ്പന്റെ ടീം ജയിക്കുന്ന ഉറപ്പാണോ? തുടങ്ങാണോ? എന്തെങ്കിലും പറയാനുണ്ടോ ക്ലീറ്റോ ചേട്ടാ? വേണമെങ്കിൽ സ്റ്റാർ മാജിക് ടീമിന് ജയിക്കാനുള്ള എന്തെങ്കിലും ഒരു ട്രിക്ക് പറഞ്ഞു കൊടുക്കാം അല്ലേ? അത് ഞങ്ങൾ നേരത്തെ കണ്ടു. കഴിഞ്ഞ ഓണത്തിന് അവനെ പിടിച്ചടാ അവനെ. നമ്മളിതാ സ്റ്റാർട്ട്
സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. യെസ്, സോ ഇവർക്കുള്ള വിസിൽ. വിജയന്റെ കൈ വെട്ടിയവനെ പിടിച്ചാൽ അവന്റെ കൈയും കാലും വെട്ടിയെടുക്കാം. കഴിഞ്ഞ ഓണത്തിന് കയ്പ് എന്തായാലും പാപ്പന്റെ ടീം ജയിച്ചേ. പാപ്പ, ഇതാണല്ലേ പറഞ്ഞ ടീം, നല്ല പിള്ളേരാണ്. എന്തൊരു പവർ അവർക്ക്. അടിപൊളിയാണ്. എവിടെ നിന്ന് ഇവരെ നമ്മൾ വളർത്തുന്നതാ. പാപ്പൻ ഇറക്കിയ കൊട്ടേഷൻ കൊടുത്ത് കൊണ്ടുവന്ന ടീം തന്നെ വെറും 4 പേര് ഈ ടീമിലുണ്ടായിരുന്നുള്ളൂ. ഞങ്ങളൊരു 10-25 പേരുണ്ടായിരുന്നു. അന്തസ്സായിട്ട് പൊട്ടിയിട്ടുണ്ട്. നിങ്ങൾ ജയിച്ചിട്ടുണ്ട്. കൺഗ്രാറ്റുലേഷൻസ് ടു പാപ്പൻ ആൻഡ് ടീം. ചെരിപ്പിട്ടിരുന്നതാണ് പിന്നെ നീ പോടാ. അടുത്ത ഓണത്തിന് നീ ഓർത്ത് വെച്ചാണ് ചെരുപ്പൂര്. ഞാൻ ചെരുപ്പിട്ടോണ്ടാ ഇത്രയും എങ്ങനെ നേരം പിടിച്ചിരുന്നത്. ചേട്ടാ, ചേട്ടന്റെ ടീം മെമ്പേഴ്സിനെ ഒന്ന് പരിചയപ്പെടുത്തുവോ? ഒരു കൈഡി കൊടുക്കാട്ടോ അവർക്ക്. ഒറിജിനൽ വടംവലി ടീമാണ് ഇവര്. പരിചയപ്പെടുത്തൂ. അജയ് പെരുമ്പാവൂർ, ലിജു പെരുമ്പാവൂർ, ജിനു നെല്ലിമുളം, അരുൺ നടുവന്നൂർ, ഓക്കെ, അജിത്ത് കോതമംഗലം, മറ്റകുഴി, ശരി, ആരക്കുന്നം, അരവിന്ദ് YMBC, ഓക്കെ. അരുൺ ഭീഷ്മ. അരുൺ ജി, പരിഷ്കാരി. നിങ്ങളെ പറ്റി ഒന്ന് പരിചയപ്പെടുത്തോ. നിങ്ങളുടെ ടീമിനെ പറ്റി ഒന്ന് പ്രേക്ഷകർക്ക് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കോ. ഞങ്ങൾ പല ടീമിൽ കളിക്കുന്ന ആളുകളാണ്. അത്യാവശ്യം മലയാളി എവിടെയുണ്ടോ അവിടെയൊക്കെ വടംവലി എന്ന കായിക ഭാഗമുണ്ട്. തീർച്ചയായിട്ടും ഓണത്തിനും കണ്ടുവന്നിരുന്ന വടംവലി ഇന്ന് എല്ലാ ശനിയാഴ്ചയും ഞായറാഴ്ചയും എല്ലാ ജില്ലകളിലും നടക്കുന്നുണ്ട്. ഒട്ടനവധി പ്രൈസ് മണികൾ, തുകകൾ അതിൽ നിന്ന് കിട്ടുകയും കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അരുൺ, ഈ ആട് എന്ന് പറയുന്ന സിനിമ വടംവലിക്ക് എന്തെങ്കിലും തരത്തിൽ ഗുണം ചെയ്തിട്ടുണ്ടോ? അത് ആട് എന്നുള്ള ഫിലിം വന്നതിന് ശേഷമാണ് വടംവലി കേരളക്കാര അപ്പോ എന്തായാലും ഇവിടെ എത്തിയാൽ ഒരുപാട് സന്തോഷമുണ്ട്. വടം വലിക്കാൻ ആദ്യമായിട്ട് നമ്മുടെ കൂടെ ഒറിജിനൽ വടംവലിക്കാർ ജോയിൻ ചെയ്തിരിക്കുകയാണ്. താങ്ക് യു സോ മച്ച് ടോ ഈ ഒരു സ്പിരിറ്റിന്. താങ്ക്സ് അലോട്ട്. താങ്ക് യു ഷാജി പാപ്പ, വീണ്ടും ഇവരെ കൊണ്ടുവന്നില്ലേ. താങ്ക് യു. ആൻഡ് നിങ്ങളോടും ഒരു വലിയ താങ്ക്സ് പറയണം കേട്ടോ. എല്ലാവരും പല പല ജില്ലയിൽ നിന്നാണ്. നിങ്ങളുടെ ഒരു കോർഡിനേഷനും പുട്ട് പോലെയാണ് നമ്മളെല്ലാവരും കൂടെ ഊർന്നു വന്നത്. അപ്പം ഇവർക്കൊരു വലിയ താങ്ക്സ് പറയണേ. താങ്ക് യു സോ മച്ച്. സ്റ്റാർ മാജിക്കിന്റെ ചരിത്രത്തിൽ വളരെ നാണക്കേടുകൊണ്ട് പറയാണ്, വടംവലി എന്ന ഗെയിം കഴിയുമ്പോ തൊപ്പിയിട്ടിട്ടുള്ളത് നമ്മുടെ സ്റ്റാർ മാജിക് ടീം. നേരത്തെ ഞാൻ അരക്കില പോയിട്ടാണ് ഇവിടെ വന്നത്. പക്ഷെ ഞാൻ ഇപ്പൊ ശരിക്കും സ്റ്റാർ മാജിക്കിൽ അസീസായിട്ട് വിട്ടു. ഭയങ്കര ആ മൂക്കൂത്തി അവിടെ വീണില്ലേ, അഭിനയിച്ചത് അടുത്ത കർക്കിടക മാസത്തിൽ കാണാട്ടോ അഭിനയത്തിന്റെ. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും നല്ല രീതിയിൽ നീതി പുലർത്തിയിട്ട് ഭയങ്കരമായിട്ട് സിമിലർ ലുക്കിനോട് നിങ്ങൾ മാക്സിമം കിടപിടിക്കാനായിട്ട് ശ്രമിച്ചു. അഫീസ്കയും അതുപോലെ തന്നെ ശശിയും. അതെ, ഭയങ്കര രസമായിരുന്നു. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഒരു ആരെങ്കിലും ജയിക്കണം അങ്ങനെയൊന്നും അല്ലല്ലോ. അതൊരു ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ ഒരു വലിയായിരുന്നല്ലോ. അതെ, അതിന്റെ അകത്ത് ഹ്യൂമറും കൊണ്ടുവന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. പക്ഷെ എന്നെ ഓട്ടിച്ചിട്ട് ഇവിടെ അത് ഞാൻ ഒറിജിനലായിട്ട് ചെയ്തു. പാപ്പനായി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഒറിജിനലായിട്ട് ചെയ്തു. പിന്നെ വേറെ ഞാൻ പറയട്ടെ, ഞാൻ ഇപ്പൊ സ്റ്റാർ മാജിക്കിൽ അസീസായിട്ട് നിൽക്കുന്നത്. എനിക്ക് നേരത്തെ വടം വലിക്കാൻ പറ്റിയിട്ടില്ല. ഇനി എന്റെ ടീമും അടിമാലി ടീമായിട്ട് എനിക്ക് വലിക്കാൻ ആഗ്രഹമുണ്ട്. സീരിയസ്ലി നമ്മളൊരു ഗെയിമായിട്ട്. ചേട്ടൻ അറിയാലോ, പ്രത്യേകിച്ച് പറയണ്ടല്ലോ, അസീസ്ക്കൊക്കെ ഗെയിം സ്റ്റാർട്ട് ചെയ്ത ഒരു ബാധ പോലെ. അത്രയും ഒരു കോമ്പറ്റീഷൻ സ്പിരിറ്റ് ആണ് കക്ഷിക്ക്. അപ്പം ഇനി അങ്ങനെ ഒരു ഇനിയിപ്പോ നമുക്ക് പിന്നീടല്ലേ നല്ലത്. പിന്നീട് മതിയില്ലേ അസീസ്? നമുക്ക് നീ ക്ഷമിക്കും, നമുക്ക് അടുത്ത തവണ. എന്നാ ഒരു കാര്യം, നമുക്ക് അടുത്ത ഓണത്തിന്. പക്ഷെ കഴിഞ്ഞ ഓണത്തിന് കൈപ്പുഴ കുഞ്ഞപ്പന്റെ അവിടെയാണ് ഇവന്റെ നിലവിളക്കെടുത്ത് തലയിലടിക്കുന്നത്. പക്ഷെ ഞാൻ സത്യസന്ധമായിട്ട് വെക്കാൻ പറ്റാ. ഈ ഡയലോഗ് ഞാൻ പറയുന്നതിന് മുമ്പ് നിങ്ങൾ നിർത്തിയത് എനിക്ക് നന്നായി. കാരണം ആ ഡയലോഗ് എനിക്ക് മറന്നു. ആക്ച്വലി ഇവിടുന്ന്
ഭയങ്കര ഗിവ് ആൻഡ് ടേക്ക് ആയിരുന്നു കേട്ടോ. അത് കുറച്ച് നേരത്തെങ്കിലേ ആ ഓർമ്മയിലേക്ക് എന്താ പറയാ നമുക്ക് പോകാൻ പറ്റിയെന്നുള്ളതാണ്. അവരും എനിക്ക് പെട്ടെന്ന് അബുവായിട്ടും ടീച്ചേഴ്സ് ആയിട്ടൊക്കെ തന്നെ എനിക്ക് പെട്ടെന്ന് തോന്നിയത്. വലിയൊരു അംഗീകാരമാണ് ചേട്ടന്റെ ആ ഒരു വേർഡ്സ്. അസിസ്ക പറഞ്ഞല്ലേ ഒരു റൗണ്ട് തമാശക്ക് വലിക്കാം. തമാശക്ക് കളി കഴിയുമ്പോ സീരിയസിന് ചാട്ടൊക്കെ അല്ല ചേട്ടാ, അസിസ്കയുടെ ഒരു ആഗ്രഹമല്ലേ, അപ്പൊ ഒരു റൗണ്ടും കൂടെ ഒരു വലിച്ചോട്ടെ പ്ലീസ്. നടക്കുവോ? പാത കയറാൻ പോവാണ് കേട്ടോ. ഓക്കെ, ഭയങ്കര ഫ്രണ്ട്ലി മാച്ച്, മത്സരം. ഫ്രണ്ട്ലി ആണ് ചിലപ്പോ ഞാൻ തോറ്റു കൊടുത്തോന്നിരിക്കും. ഓ, ഫ്രണ്ടിന് വേണ്ടി. ശരി, ഏതായാലും സ്റ്റാർ മാജിക് ടീം വേഴ്സസ് സ്റ്റാർ മാജിക് ടീം തന്നെ. പുറത്തുനിന്ന് ആരെയും നമ്മൾ കൊണ്ടുവന്നിട്ടില്ല. യെസ്, നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. റെഡി? 1 2 3. എല്ലാവർക്കും മതിയായല്ലോ. ആദ്യം അറക്കിലബു ചേട്ടനായിരുന്നെങ്കിൽ പിന്നെ ഞാൻ വിട്ടു തന്നേനെ. ഹലോ ലക്ഷ്മി, ഞാൻ അറക്കിലബു അല്ല, ഞാൻ അസീസായിട്ട് ഇനി കളിക്കാൻ പോവാണ്. വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? ലക്ഷ്മി ഇനി ഒന്നും പറഞ്ഞ ചാട്ടം കളിച്ചേലടാ. എന്റെ കൈ ഞാൻ പറഞ്ഞില്ല. അത് ഞാൻ പറഞ്ഞല്ലോ, കാരണം ഈ തോറ്റ് ജയിച്ചാൽ അത് നോക്കണ്ട. പക്ഷേ ഒരു ബോക്സിലിട്ടിട്ട് ലോട്ട് എടുക്കാം. ജേട്ടൻ അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് ആ ലോട്ടിന്റെ കാര്യം ആദ്യമേ നമ്മൾ പറഞ്ഞാണല്ലോ. ശരി, എന്നാ അങ്ങനെ തന്നെ ആവട്ടെ. അപ്പൊ ഇതിലും ജയിച്ചിട്ടുള്ളത് ബിനു അടിമാലി ആന്റി. നിനക്ക് എങ്ങനെയാടാ ഇത്രയും അധികം തോക്കാൻ പറ്റുന്നത്? എനിക്ക് അയ്യോ അത് എപ്പോഴാ വരിക മറ്റേ ചാട്ടാവാറടി പരിപാടി? അയ്യോ ചേട്ടൻ എപ്പിസോഡ്സ് റെഗുലർ ആയിട്ട് ഫുൾ കാണാൻ. ഞാൻ എന്റെ ബ്രാൻഡ് അംബാസഡർ ആണ്. അറിയാം. പണ്ടൊക്കെ ബിനുവിന്റെ ഫ്ലാറ്റ് ആയിരുന്നു, ഇപ്പോഴൊക്കെ നല്ല ഷേപ്പായി. ഒന്നും വിടാറില്ല, എല്ലാം കാണാറുണ്ടല്ലേ. ഇപ്പോഴാണ് ഞാൻ കോൺഫിഡൻസോടെ ജീൻസ് ഇടാൻ തുടങ്ങി. അതെ, ശ്രീവിദ്യയോട് നന്ദി പറയണം. ശ്രീവിദ്യയും ജീൻസ് ഇടേണ്ടിയിരിക്കുന്നു. അറിഞ്ഞിട്ടിരിക്കുന്ന പേരാ ബിനു അടിമാലി. അതെ ചേട്ടൻ ആഗ്രഹം പറഞ്ഞെങ്കിൽ ഇന്ന് ഓണമല്ലേ, അപ്പൊ ഇന്ന് ചാട്ടയുടെ ആവശ്യമുണ്ടോ? ഇന്ന് ഉറിയടി പോലെ. അതെ, എന്റെ റിക്വസ്റ്റ്. ഞാൻ വേറെ ഒന്നും കൊണ്ടല്ല, നമ്മള് ഈ ഓണത്തെല്ലായിട്ട് അതിന് മാറ്റിയാൽ മതി. കാരണം ഞാൻ ഇതുവരെ അതിനെ കണ്ടിട്ടില്ല അങ്ങനെ. അപ്പം ചാട്ട കാണണം, ചാട്ടടിയും കാണണം അല്ലേ? ശരി, അപ്പൊ ഒരു കാര്യം ചെയ്യാം. ജയേട്ടൻ പറഞ്ഞ പോലെ തന്നെ എല്ലാവരുടെ പേരും നമ്മൾ എഴുതിയിട്ട് ഒരു ലോട്ട് ഇട്ടിട്ട് നമുക്ക് അതിൽ നിന്ന് സെലക്ട് ചെയ്യാം. ചേട്ടാ, ചേട്ടനൊരു ആഗ്രഹം പറഞ്ഞാൽ സാധിച്ചു എന്തെങ്കിലും എനിക്കിത് ഇവിടെ ആയിട്ട് ഭയങ്കര ഒരു വേദന വരും. ഇതാണ് ചേട്ടൻ പറഞ്ഞ ചാട്ടാ. ഞാൻ കൊണ്ടുതരില്ലേ? ചേട്ടനൊരു വാക്ക് പറഞ്ഞാ വെറുതെ ബുദ്ധിമുട്ട് ഇവിടെ വരെ. അയ്യോ, എനിക്കതൊരു ബുദ്ധിമുട്ടല്ല. അയ്യോ, കുഴപ്പമില്ല. ഇതാണ് നമ്മുടെ ചാട്ട, വെള്ളിച്ചാട്ടയാണ്. അടിപൊളിയല്ലേ? അല്ല, അപ്പൊ അതോ ഒറിജിനലാണോ? ഞാൻ വെറുതെ പറ്റാത്ത രസമുണ്ട്. കൊള്ളാം. പോകുമ്പോ തരണേ. തന്നുവിടാൻ ഞാൻ എന്നേരും കൂടെ എന്നെ അടിച്ചപ്പോ നിങ്ങൾ ഇതായല്ലേ, ഇനി ഞാൻ ശരിയാക്കി തരാം. പോകുമ്പോ എന്തിനാ ചാട്ടാ? എനിക്ക് വീട്ടിൽ കുറച്ച് ആവശ്യങ്ങളുണ്ട്. ഇനിയെങ്കിലും അല്ലേ? അപ്പൊ ചാട്ട കുണ്ടേ കൊടുത്ത് അടി മേടിക്കാനുള്ള പരിപാടിയല്ല. ഈ ചാട്ട പറഞ്ഞൊരു പേരുണ്ട്, അറിയാമോ? ബിനു അടിമാലി. ആണോ? അതാണ് പുള്ളി വന്നപ്പോ തൊട്ട് എന്റെ പേര് വിളിക്കും, കറങ്ങി തിരിഞ്ഞെന്നൊക്കെ പറഞ്ഞത്. അപ്പൊ ദൈവമേ, എനിക്കത് കിട്ടണേ. ഞാനും ഈ സാധനമായിട്ടൊരു ആത്മബന്ധമുണ്ട്. ആണല്ലേ? സ്വർണത്തിന്റെ അടിയില് 916 എഴുതി വെക്കണ ആ ചാട്ടയുടെ പിടിയില് ബിനു അടിമാലി. ഏകദേശം ഇവിടെ ആയിട്ട് വരും. അതവിടെയാണെങ്കിലും നെഞ്ചത്തിന്റെ ഏതാണ്ട് ഈ ഭാഗത്തായിട്ടാ വരാം. പക്ഷെ കിട്ടാറുള്ളത് ഈ ഭാഗത്തായിട്ടാണല്ലേ? പക്ഷെ ഇന്ന് ചിലർ വരുമ്പോൾ ചരിത്രം വഴി മാറും എന്ന് പറഞ്ഞാൽ ഇന്ന് ഞാൻ തകർക്കും. എന്തായാലും ഇതിലൊരു ട്വിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഇന്ന് ജയിച്ച ടീം തോറ്റ ടീം അങ്ങനെയൊന്നുമില്ല. എല്ലാവരുടെ പേരും നമ്മൾ എഴുതിയിട്ടുണ്ട്, ഇൻക്ലൂഡിങ് എന്റെ പേരടക്കം. എനിക്ക് ഓൾറെഡി കിട്ടിയിട്ടാ. ഇനി പറ്റില്ല എന്റെ പേര് എടുത്തു കഴിഞ്ഞാൽ ഞാൻ സമ്മതിക്കില്ല ഞാൻ. അപ്പൊ ഇനി നമ്മൾ എന്താ ചെയ്യാന്നുണ്ടെങ്കിൽ എല്ലാവരുടെ പേരും എഴുതിയെടുത്തിട്ടുണ്ട്. ഇഷ്ടമായില്ലേ? നന്നായി, ഒരെണ്ണം കൊണ്ടത് നന്നായി. എനിക്കൊരു അടിയുടെ കുറവുണ്ട്. ഈ ചിരിയൊക്കെ ഇപ്പൊ പോയിക്കോളും. ജേട്ടന്റെ മുന്നിൽ നമ്മൾ അവിടെ ഒരു ലോട്ട് വെച്ചിട്ടുണ്ട്. എല്ലാവരുടെ പേരും നമ്മൾ എഴുതിയിട്ടുണ്ട്. ഇതിൽ നിന്ന് ഐശ്വര്യമായിട്ടൊരു പേരെടുക്കുക. ആദ്യം
എന്റെ ചങ്കിന്റെ പടവടപ്പ് ഇതിനകത്തോടെ കേൾക്കാലോ. ഓണത്തല്ല ഇപ്പൊ കിട്ടുവേ. സത്യം അല്ല ഞാനത് മുഴുവനാക്കിയില്ല, സോറി. ഒരു നിമിഷം ഞങ്ങളത് വിശ്വസിച്ചു കേട്ടോ. അല്ലല്ല പറയട്ടെ, കൊല്ലം സുധി. കൊല്ലം സുധി. അല്ല ഇവരെ ബിനു അടിമാലി എന്ന് പറഞ്ഞപ്പോ അവന്റെ ഒരു ഉത്സാഹം. ആഹ്ലാദിപ്പിൻ ആഹ്ലാദിപ്പിൻ ആഹ്ലാദിപ്പിൻ. വാടാ 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 പൊന്മാനെ വാ. പിന്നെ ഇന്ന് ഞാൻ അടിച്ച് സന്തോഷമാരെന്നറിയോ? ഞാൻ അടിച്ചോട്ടെ, ബിനു സാർ അടിച്ചോട്ടെ. അപ്പം ഇതിന്റെ ഓണം എന്ന് അടിക്കട്ടെ അല്ലേ? അതാണ് ആ പകരം വീട്ട് കണ്ട എന്നെ. ഹലോ, ഇത് ഞാൻ എനിക്കിനകത്ത് സാറേ എന്നെ വേണ്ട രീതിയിൽ കാണണം കേട്ടോ സാർ. തീർച്ചയായിട്ടും. അതെ ജയേട്ടാ, അതിനകത്ത് എല്ലാം കൊല്ലം സുധീന്നാണോ നോക്കിയേ? ഇല്ലില്ല, അതൊരിക്കലും. ഇതാണ് ഈ ചിലർ വരുമ്പോ ചരിത്രം വഴിമാറെന്ന് പറയണ. അതാണ് ജയൻഭായി വന്നപ്പോ 4 വർഷത്തിനിടയിൽ ആദ്യമായിട്ടുണ്ട് ഇങ്ങനെ ചരിത്രം വഴിമാറുന്നത്. ദൈവമേ, നിങ്ങളെ കണ്ടല്ലേ എന്നെ പൂവിട്ട് പൂജിക്കണം. ഞാൻ പൂജിക്കും. കൊടുത്തോ? ഞാൻ ജയൻഭായിയുടെ ഒരു ഫോട്ടോ തന്നെ. ജയസൂര്യ ഈ വീടിന്റെ ഐശ്വര്യം എന്ന് പറഞ്ഞ് എനിക്ക് വെക്കാനൊക്കെ. ഞാൻ തരാം. എത്ര എപ്പിസോഡിന്റെ ദേഷ്യമാണ് തീർക്കാൻ പോണേന്ന് അറിയാവോ? ഇന്ന് നീലപ്പൊന്മാന്റെ ചുണ്ട് ഞാൻ അടിച്ചോടിക്കും. ചേട്ടനെ കാണാൻ പറ്റണം, ക്ലോസ് വരണം. ഓക്കെ. ൊന്നും അല്ല പറഞ്ഞല്ലേ, എന്റെ ടീമും കൂടെ കിടന്ന് ഇറോ വിളിക്കും. എന്താ ആത്മാർത്ഥത നീ മനസ്സിലാക്കണം. അത് ഓണത്തിനുള്ള നമ്മൾ വിളിച്ചു പോകും. ഈ അടി ഞാൻ മാവേലിക്ക് ഡെഡിക്കേറ്റ് ചെയ്യും. ഓക്കെ. അപ്പൊ അടിക്കുന്ന വാമനനാണ്. അതെ അതെ അതെ. 1 ഇവനെ 2 3. ഒത്തി പിടിച്ചോണ്ടങ്ങ് പൊക്കോ, ഒന്നും താഴെ പോകരുത്. പിടിച്ചുകൊണ്ട് അല്ല ഞാനേ ഒരെണ്ണം അവിടെ എടുത്തേ. ഭയങ്കര ഇതായി. എടുത്തോട്ടെ. അപ്പൊ എന്തായാലും ഞങ്ങൾക്ക് രണ്ടുപേർക്കും കിട്ടിയ സ്ഥിതിക്ക് ചേട്ടൻ ഇനി എടുക്ക്. നമുക്ക് ഇഷ്ടമല്ല ചേട്ടാ. അത് കൊള്ളാം, അത് കൊള്ളാം, അത് കൊള്ളാം. നല്ല ഗെയിമാ. ഹലോ, ഇങ്ങോട്ട് അവിടെ പോയിരിക്കും, ചിലപ്പോ വിളിക്കും. വീണ്ടും കൊല്ലം സുധിയാണോ? സത്യം പറ. ഞാൻ പറഞ്ഞില്ല, മൊത്തം കൊല്ലം സുധിയാനകത്ത്. എല്ലാം കൊല്ലം സുധി. കൊല്ലം സുധിയുടെ കോമഡി കണ്ട ആരോ എഴുതിയിട്ടതാണ്. മനഃപൂർവ്വം എല്ലാവരും കൂടെ ചേർന്ന്. ഇത് ആരും മനഃപൂർവ്വം പണിയൊന്നാ കേട്ടോ, എല്ലാം കൊല്ലം സുധിയാ. ഈ പിനിച്ചേട്ടൻ എഴുതിയിട്ടാണോ? സത്യം പറയടാ, സത്യം പറയടാ, നീ എഴുതിയിട്ടല്ലടാ അത് മൊത്തം. ഞാൻ എനിക്ക് എഴുതാനും വായിക്കാനും അറിയാം. എന്ത് വർത്താനോ ഇവനീ പറഞ്ഞത്? എല്ലാം കൊല്ലം സുധി. ചേട്ടൻ എടുത്തോളൂ. എല്ലാം കൊല്ലം സുധി തന്നെ, എടുക്കാനൊന്നും ഇല്ല. ഇത് ഞാൻ വളരെ സിൻസിയർ ആയിട്ട് ചോദിക്കാം. സത്യം പറയണം, ഇത് ആരാണ് പണി തന്നത്? കൊല്ലസുധിക്ക് ഇത് ആര് കൊടുത്ത പണി? ആരോ ആണ്. ആരോ ഓണ സമയത്ത് കള്ളം പറയരുത്. അതെ, സത്യം പറഞ്ഞു. അതെന്താണെങ്കിലും അത് പറയും. ആരോ കൊടുത്ത പണിയാണ്. ഷിയാസേ, ഓണ സമയത്തും കള്ളം അസീസ് ചക്കരേ. അല്ല, ഓണ സമയത്തും കള്ളം കാണിക്കണമെങ്കിൽ അത് അടിമാലിയായിരിക്കും. ഞാൻ മാവേലിയുടെ കൂട്ട് നടക്കണവനാ വയറും ചാടിച്ച. നീ എന്നാണ് അങ്ങനെ സംസാരിക്കുന്നത്? പക്ഷെ അതല്ല, അതൊക്കെ ലുക്ക് കൊണ്ടും ഒക്കെ വർക്ക് കൊണ്ടും ഒക്കെ അല്ല. നിങ്ങൾ കാര്യം പറ. സത്യം പറയാ. ഈ ടീമേ നിങ്ങളെ ഭാഗത്തുനിന്നാ ആർട്ടുകാരെ കൊണ്ട് ജയിച്ചത്. നിങ്ങള് അങ്ങനാണെങ്കിൽ ഞാൻ തിരിച്ചടിക്കും. നിങ്ങൾ ആർട്ടുകാരെ കൊണ്ട് ജയിച്ചാൽ ശരിയായില്ല, നിങ്ങളുടെ പേര് വരാതിരിക്കാൻ. അത് സുധി തിരിച്ചു കൊടുക്കാം. രണ്ടടി കൊടുക്കണ്ട. അല്ലാതെ വേറെ സംഭവം ഉണ്ട്, നിങ്ങൾ അങ്ങനെ സംസാരിക്കരുത്. ഓണം വന്നാലും ഉണ്ണി പറഞ്ഞാലും ആടി എനിക്കിട്ട് തന്നെ. അതുകൊണ്ട് ഞാൻ നേരത്തെ പ്ലാൻ ചെയ്താണ്. ലാസ്റ്റ് കറങ്ങി എനിക്ക് തന്നാലും കിട്ടും. ഒരെണ്ണമെങ്കിലും മാർക്കറ്റ് കൊടുക്കാൻ പറ്റുമല്ലോ. എങ്ങനെയുണ്ട് എന്റെ ടെക്നിക്ക്? ഓക്കെ. അപ്പൊ ചിലർ വന്നാലേ ചരിത്രം വീണ്ടും ചിലരല്ല, കൊല്ലം സുധി വന്നാലും ചരിത്രം വഴി മാറും. അത് നിന്റെ വിധി. ഞാൻ ആ പിള്ളേരുടെ അടുത്ത് പറഞ്ഞാ വേറെ ആളുടെ പേരിടാൻ വേണ്ടി അവര് തന്നെ ചതിക്കായിരുന്നടാ. ഇത് പറഞ്ഞിട്ട് കാര്യമില്ല, അടി മേടിച്ചാ പറ്റൂ. നില്ല് എടാ സുധി, നമ്മളൊരു വൈകാരിക ബന്ധമുള്ള നേരത്തെ മനസ്സിലായടാ. ചേട്ടന് കാണണം, ആംഗിള് കാണണം. പിന്നെ അടികൊണ്ട് വയറും ബാക്കൊക്കെ പോലെ നിൽക്കുകയാണ് അടിമാലി. ഏതാ ബാക്ക് ഏതാ ഫ്രണ്ട് എന്ന് മനസ്സിലാവണം.
ഇത് അടികൊണ്ട് ഇവിടുത്തെ ശേഷി മുഴുവൻ അവർ ഇത് പ്രവർത്തിക്കാത്ത ഇവിടെ ഇരിക്കുന്ന ബാറ്ററി ഉണ്ടോ? അസീസിന്റെ ആ കോമഡി ബാറ്ററി കോമഡി കൊള്ളാം, അത് കൊള്ളാം. കഴിഞ്ഞ ഓണത്തിന് എടാ ചീഞ്ഞപ്പോ ഞാൻ ഉണ്ട് നിന്റെ കൂടെ. ചേട്ടന്റെ സാധനം നീ പൊക്കോ, രക്ഷപ്പെട്ടോ. എടാ ചേട്ടാ എനിക്ക് തൃപ്തിയായി. തൃപ്തിയായില്ല. അപ്പൊ ബൈക്ക് കാണാൻ വേണ്ടി മാത്രമേ ഞാൻ സഹിച്ചത്. അപ്പൊ ഓർക്കണം നമ്മളുള്ള വൈകാരിക ബന്ധം. ഈ സിറ്റുവേഷൻ, ഈ അടി ഞാൻ ജയൻ ബായിക്ക് ഡെഡിക്കേറ്റ് ചെയ്യും. ഇങ്ങനെ പറഞ്ഞു അന്നൊക്കെ കൊള്ളാൻ തുടങ്ങിയ ഇന്ന് വരെ തീർന്നിട്ടില്ല. ചേട്ടന് സന്തോഷം ചേട്ടാ? എന്താണെന്നറിയില്ല, എനിക്കൊരു സന്തോഷം കേട്ടോ. സോറി, അത് ഉള്ളില് മറച്ചു വെക്കാൻ തോന്നുന്നില്ല. പക്ഷെ ബിനുവിന് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. ഞാൻ പ്രതീക്ഷിച്ചോ? ഓക്കെ, അപ്പം ചേട്ടൻ എങ്ങനെയാണ് അടി എങ്ങനെയാ കൊടുക്കുക, എങ്ങനെയാണ് വീശി ഒക്കെ കണ്ടില്ലേ? ഹാപ്പി അല്ലേ? അതെ, ഞാൻ എപ്പോഴും ഞാൻ ഈ പറഞ്ഞ പോലെ ഇതിന്റെ ക്ലിപ്സും കാര്യങ്ങളും കാണുമ്പോഴത്തേക്ക് ഞാൻ എപ്പോഴും ആലോചിക്കും ഇത് എങ്ങനെയാണ് ആ ചാട്ടവാർ ഇരിക്കണേന്നൊക്കെ. അത് അതിനെ പരിചയപ്പെടാനും നല്ല ഭാഗ്യം ഉണ്ടായി. നല്ല ഭയങ്കര നല്ല രീതിയിൽ അടിക്കണമെന്നുണ്ട് ഇവിടെ. ഞാൻ ദ്രോഹിച്ചു. നന്നായി കിട്ടി. കിട്ടിയില്ലേ? അതാ ഞാൻ ഒന്ന് പരീക്ഷിച്ചാട്ടോ. അയ്യോ വേദനിച്ചോ? നല്ല പരീക്ഷണമായിരുന്നു. ഞാൻ സഹിച്ചു. ചേട്ടനല്ലേ? കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ എന്തായാലും ചേട്ടാ ഹാപ്പി അല്ലേ? ഹാപ്പി അല്ലേ? അപ്പൊ ഓണത്തല്ലും ഈ ഓണനാളിൽ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ചാട്ടടി എന്ന രൂപേണ. വെരി ഗുഡ്. ബാക്കി എല്ലാരും പ്രതീക്ഷിച്ചിരിക്കുന്നു ഞങ്ങളെ എപ്പോഴാ വിളിക്കാൻ, ഇനി ഇല്ല, കഴിഞ്ഞു. താങ്ക് യു.